ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമുക്ക് ലെയർ ആയിട്ടുള്ള മിനി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നാണ് കേട്ടോ നോക്കാൻ പോണത്. ലെയർ ആയിട്ടുള്ള മിനി ഫ്രോക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 1.5 മീറ്റർ ഈ ഗ്ലിറ്ററുള്ള നെറ്റും 1.5 മീറ്റർ പ്ലെയിൻ നെറ്റും ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ ഗ്ലിറ്ററുള്ള 1.5 മീറ്ററിൽ നിന്ന് ഒരു 9 ഇഞ്ച് വീതിയിൽ ഒരു 4 പീസ് കട്ട് ചെയ്തെടുത്തിക്കാൻ കേട്ടോ. ഈ 4 പീസും 1.5 മീറ്റർ നീളവും 9 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 4 പീസും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് 4ഉം കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് യോജിപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ 1.5 മീറ്റർ പ്ലെയിൻ നെറ്റ് എടുത്ത് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഈ 7 ഇഞ്ച് വീതിയിലുള്ള ഒരു 6 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ 6 പീസുകൾ ഒന്നിച്ചൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നീളത്തിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഈ 2 തരത്തിലുള്ള നെറ്റും ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ 2 തരത്തിലുള്ള നെറ്റിൻ്റെ പീസുകളും യോജിപ്പിച്ച് ഒറ്റ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലിറ്ററുള്ള പീസ് ഒരു 6 മീറ്ററായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഗ്ലിറ്റർ ഇല്ലാത്ത പീസ് ഉണ്ടല്ലോ, ഇത് 9 മീറ്റർ ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പീസുകളും കൂടി യോജിപ്പിച്ചെടുത്തപ്പോൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഗ്ലിറ്ററുള്ള പീസ് അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്ലിറ്റർ ഇല്ലാത്ത പീസ് ഉണ്ടല്ലോ യോജിപ്പിച്ചെടുത്തത്, അത് ഇതിൻ്റെ താഴായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് 1 ഇഞ്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ആ മുകളിലത്തെ പീസിൽ ഈ താഴെ വെച്ച പീസ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഇതേ രീതിയിൽ ഈ 2 പീസും കൂടി ഫുള്ളായിട്ടൊന്ന് ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ 2 പീസും കൂടി ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ മുകൾ ഭാഗം ഇവിടെ ഇതുപോലെ തന്നെ അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കണം കേട്ടോ. ഒരു 35 ഇഞ്ച് നീളം വരുന്ന രീതിയിലാണ് നമുക്കിത് ഫ്രില്ലിട്ട് കൊടുക്കേണ്ടത്. 35 ഇഞ്ച് നീളം വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പട്ടൻ്റെ അളവിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഞാൻ ഇതിന് വേണ്ട ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 35 ഇഞ്ച് നീളത്തിലുള്ള പട്ട. ഒരു 3 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. 35 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയിലുമാണ് ഈ പട്ട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 2 രീതിയിലുള്ള ലൈനിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് ഈ സാറ്റിൻ ലൈനിങ്ങും അതിൻ്റെ താഴെയായിട്ട് ഈ ക്രേപ്പിൽ വൈറ്റ് ലൈനിങ്ങും ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ. 1 മീറ്റർ നീളത്തിലുള്ള 2 പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് 2 മീറ്ററിലുള്ള നീളത്തിലുള്ള ഒരു പീസാക്കി എടുക്കുകയാണ്. അതുപോലെ 15 ഇഞ്ച് വീതിയിലാണ് കേട്ടോ ഈ സാറ്റിൻ ലൈനിങ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വൈറ്റ് ക്രൈപ്പിലുള്ള ലൈനിങ്ങും 2 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നീളം സാറ്റിനെക്കാട്ടും 1 ഇഞ്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. 14 ഇഞ്ചാണ് ഞാൻ ഈ വൈറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പട്ടുണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗവും ഈ സാറ്റിൻ്റെ നല്ല ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ നമ്മൾ ഈ ക്രേപ്പ് ലൈനിങ്ങും അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ പട്ടൻ്റെ മുകളിൽ ഈ 2 ലൈനിങ്ങും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പട്ടത ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്ത് ഈ ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് കാണിക്കാതെ പെട്ടെന്ന് കാണിച്ചു പോകുന്നതിന് കാരണം ഞാൻ മിനി ഫ്രോക്കിൻ്റെ ഇതേ രീതിയിലുള്ളൊരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ലെയറല്ലാതെ ഒറ്റ ലെയറിലുള്ളതായതുകൊണ്ടാണ് ഞാനിത് വേറെ സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ടുള്ളത് നമ്മുടെ ഈ 2 ലെയർ ഉണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് അതിൽ മാറ്റായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിങ്ങും ആ ഫ്രോക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ്. അതാണ് ഞാൻ ബാക്കി ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് കാണിച്ചു പോണത്. ഇനി നമുക്ക് നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഈ നെറ്റൊന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നെറ്റിൽ 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ച് ഇതിൻ്റെ ഈ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ പട്ട തുടങ്ങുന്ന ഭാഗം അവിടെ ഒന്നിങ്ങനെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ആ പട്ടൻ്റെ 2 ഭാഗത്തായിട്ട് നമ്മുടെ നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 അരികിലൂടെ തന്നെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം നമുക്ക് ആ പട്ടൻ്റെ ഉള്ളിലൂടെ അലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളതാണ്. ഇനി ഞാനൊരു 17 ഇഞ്ച് നീളത്തിലുള്ള ഒരു 1/2 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ പട്ടൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഭാഗത്തു നിന്ന് കയറ്റി അങ്ങേ അറ്റത്തേക്ക് വലിച്ചെടുക്കാം കേട്ടോ. ഒരു പിന്ന് കുത്തി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്നിങ്ങനെ വലിച്ച് അങ്ങേ അറ്റത്തെ എത്തും വരെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ആ അലാസ്റ്റിക് അതിൻ്റെ ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിൻ്റെ ഈ അറ്റത്ത് അലാസ്റ്റിക് പുറത്തേക്ക് പോരാതെക്കാൻ ഇതുപോലെ ഈ പിന്ന് കുത്തി കൊടുക്കാം കേട്ടോ.
ഇനി ഇതിൻ്റെ ഈ ലെയറൊക്കെ ഒന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അലാസ്റ്റിക് ഒന്ന് നീക്കി കറക്റ്റാക്കി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മറിച്ച് കൊടുത്ത് ഇതിൻ്റെ ഈ അരിക് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്നിങ്ങനെ അടിയിലേറ്റ് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇത് ഓരോ ലെയറായിട്ട് വേണം കേട്ടോ യോജിപ്പിച്ചെടുക്കാൻ. അപ്പോഴാണ് ആ ഫ്രോക്ക് ഒരു വൃത്തിയിൽ നിൽക്കുകയുള്ളൂ. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ 2 സൈഡും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്നായിട്ടാണ് ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്രോക്കിന് വേണ്ട സ്ലീവാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല, 2 വള്ളിയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായി ഞാൻ സാറ്റിനുള്ള 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയിലുള്ള 2 പീസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതാ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള കുറച്ച് നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ചെറിയ ഫ്രില്ലാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണില്ലേ, അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഫ്രില്ലിട്ടെടുക്കാം. ഒരു 3 ലെയറിലാണ് കേട്ടോ ഞാനതിമ ഫ്രില്ലിട്ടെടുക്കണത്. നമ്മൾ റെഡിയാക്കി എടുത്ത ആ സാറ്റിൻ്റെ പീസിൽ 3 ലെയറായിട്ട് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട്. നല്ല തിക്കിൽ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നമുക്ക് ഈ ഫ്രോക്കിൻ്റെ ഈ സ്കേർട്ട് ഭാഗം ഉണ്ടല്ലോ ഇതിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ഈ അലാസ്റ്റിക് ഇട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അളന്നെടുത്തപ്പോൾ എനിക്കൊരു 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 4 ഇഞ്ചിൽ നമുക്ക് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് ശേഷം ആ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ സെൻറ്ററിൽ, ആ പോയിന്റിൽ നിന്ന് 2 ഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് വീതം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ 4 ഭാഗത്തും അതേപോലെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ കടിയിലെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്കും 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റേ ഭാഗത്തും അതേപോലെ അതേ പോയിന്റിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും ഓരോ 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, ആ ഭാഗത്ത് ആണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഈ സ്ലീവ് വെച്ച് കൊടുക്കേണ്ടത്. ആ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തതായി ഈ ഒരു പോയിന്റിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ ഭാഗം അങ്ങേ ഭാഗത്തുണ്ടല്ലോ അതിൻ്റെ മറുഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തില്ല, ആ ഭാഗത്തും വെച്ച് കൊടുക്കുക. ഈ സ്ലീവും അതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സാറ്റിൻ്റെ പീസും നെറ്റും ഉപയോഗിച്ച് ഞാൻ 2 ചെറിയ ബോ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് ബീഡ്സും കൂടി പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഡ്സ് പഞ്ച് ചെയ്തെടുത്തത് ഞാൻ എൻ്റെ അടുത്തുള്ള മെഷീൻ വെച്ചാണ് കേട്ടോ. അത് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. പഞ്ച് മെഷീൻ വെച്ച് ബീഡ്സ് എങ്ങനെയാണ് പഞ്ച് ചെയ്യണമെന്നൊക്കെ ഞാൻ അതിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് ആ സ്ലീവ് തുടങ്ങണ ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ഈ ബോ വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ആ ബോ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബോ സൂചി കൊണ്ടൊന്ന് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്തെടുത്താലും ഇത് പോരൊന്നുമില്ല, നല്ല ഒട്ടി കിട്ടും. ഞാനിപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഈ ബോ പ്ലെയിനായിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൽ ആ ബീഡ്സും കൂടി വന്നപ്പോഴാണ് അതിന് ഒരു റിച്ച് ലുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ബീഡ്സ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയത്. പിന്നെ നമ്മുടെ ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.